അങ്ങനെ ഒരു ഏർക്കാടിലൂടെയുള്ള ഒരു കറക്കം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. വണ്ടിക്കൊന്ന് ലൂബൊക്കെ ഇടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ലൂബൊക്കെ ഇട്ട് റൂമിൽ പോയി ഞങ്ങൾ കുളിച്ചു. തിരിച്ച് നാട്ടിലേക്ക് വണ്ടി എടുക്കാനുള്ളൊരു കാര്യങ്ങൾ ഇങ്ങനെ നോക്കുവാണ്. ഏർക്കാട് ടൗണിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടുന്ന് ഇനി താഴോട്ടേക്കുള്ള ഇറക്കമാണ്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ കുറേ ചുരത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ചുരത്തിൻ്റെ ഒരു ഏരിയ എത്തിയപ്പോൾ ഞാനൊന്ന് നിർത്തിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ കണ്ടപ്പോൾ ഒന്ന് നിർത്തി നിങ്ങൾ കാണിക്കുമെന്ന് തോന്നിയിട്ട് ഇവിടെ നിർത്തിയാണ്. അങ്ങനെ ഏർക്കാട് നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം 1 മണിക്കൂറോളം സമയമായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ താഴെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി കുറച്ച് മുന്നോട്ടേക്ക് വന്നു. അടുത്തതായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു സ്പോട്ട് നോക്കിയിട്ട് നമ്മളിങ്ങനെ നോക്കുവാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്പോട്ട് നോക്കി നിർത്താം. അങ്ങനെ അടുത്തൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ നിർത്തുകയാണ്. തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് നോക്കി കയറിയതാണ്. ഈ കട കണ്ടിട്ട് അത്യാവശ്യം തിരക്കായിട്ടില്ലാത്തൊരു കടയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അവിടെ എന്തോ 13 രൂപ എന്നോ മിനിമം 30 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളോട്ടേക്കൊന്ന് കയറി നോക്കാം ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മളിവിടെ ഇരുന്നു. നമുക്ക് ഇല വെച്ചു. ഞാൻ 2 പൊറോട്ടയാണ് പറഞ്ഞത്. പൊറോട്ടയുടെ കൂടെ ഇവിടെ ഈ കറി ഫ്രീ ആണ്. ഞങ്ങൾ എൻ്റെ കൂടെ 2 സൈഡ് ഐറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കറി വലിയ കുഴപ്പമില്ലാത്തൊരു കറിയാണ്. പൊതുവേ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് പൊറോട്ടയുടെ കിട്ടുന്ന കറി എന്ന് പറയുന്നത്. ഇത് ചേർത്തിട്ടാണ് ഒരു പൊറോട്ടയ്ക്ക് ഇവിടെ 13 രൂപ വരുന്നത്. അപ്പോൾ 2 പൊറോട്ടയ്ക്ക് 26 രൂപ വിത്ത് കറി. ലാഭമുള്ളൊരു പരിപാടിയാണ് മൊത്തത്തിൽ. നല്ല കറി, ചിക്കൻ്റെ കറി തന്നെയാണ്. അങ്ങനെ ചിക്കൻ പിച്ചിപ്പോട്ട, നാട്ടുകോഴി പിച്ചിപ്പോട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ആടിൻ്റെ ബോട്ടിയും പറഞ്ഞു. അതിൻ്റെ കൂടെ അണ്ണൻ നമുക്ക് കുറച്ച് ചട്നി കൂടെ ഒഴിച്ചു തന്നു. നല്ല മികച്ച ഒരു കോംബോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിച്ചിപ്പൊട്ട നാട്ടുകോഴി വന്നു. അതും പൊറോട്ടയും കൂട്ടിയൊരു പിടിക്കാന്ന് വെച്ചു. അതും കൊള്ളാം, നല്ലൊരു ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ ആടിൻ്റെ ബോട്ടി വന്നു. ഞാൻ അതിൻ്റെ കൂടെ 2 ദോശ പറഞ്ഞു. പൊറോട്ട കഴിഞ്ഞ സമയത്ത് 2 ദോശ പറഞ്ഞു. അങ്ങനെ ബോട്ടി കൂട്ടി നമുക്കൊരു പിടിച്ച് നോക്കാം. അങ്ങനെ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ഥലം എന്ന് പറയാവുന്നൊരു മെസ്സാണിത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ളൊരു ഭക്ഷണമായിരുന്നു മൊത്തത്തിൽ. എന്തായാലും നമുക്കിനി ഇതിപ്പോൾ സേലം എത്തിയിട്ടേ ഉള്ളൂ, ബാക്കി യാത്ര തുടരാം. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം സത്യമംഗലം എത്താനായിട്ടുണ്ട്. ഏകദേശം സമയം ഉച്ചയോടെ അടുക്കുന്നു. ഇത് കൊടിവേറി റിസർവോയർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നല്ല വൈബുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വണ്ടി ചവിട്ടിയതാണ്. അങ്ങനെ വീണ്ടും സത്യമംഗലം ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ യാത്ര തുടരും. സത്യമംഗലം ഔട്ടറിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. അത് ഇനിയിപ്പം നമ്മൾ അടുത്തതായിട്ട് ഇവിടുന്ന് കർണാടകയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇവിടുന്ന് സത്യമംഗലം കഴിഞ്ഞ് ഇനി ബന്നാരി കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ കർണാടകയിലേക്കാണ് കടക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇനി അടുത്തായിട്ട് ദിമ്പം ചുരമാണ് കയറാൻ പോകുന്നത്. സേലത്തുനിന്ന് ബാംഗ്ലൂരിലേക്കൊക്കെ പോയ ആളുകൾക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കും. ദിമ്പം ചുരം വഴിയാണ് അവർ ആ റൂട്ടിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ഏകദേശം 27ഓളം ഹെയർ പിൻ ഉള്ളൊരു ചുരമാണ് ഈ ദിമ്പം ചുരം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോവാം. ഈ ഇവിടെ ബന്നാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രശസ്തമായൊരു അമ്പലമുണ്ട്. അരുൾമിഗു ബന്നാരി അമ്മൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അപ്പം ഈ അമ്പലത്തിൽ ഞാൻ മുമ്പ് ഒരു ഷൂട്ടിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഷെയറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു അമ്പലമാണിത്. നമ്മളിവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത്ര വലിയൊരു അമ്പലം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് ആ അമ്പലം ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തുവാണ്. ഇവിടുന്ന് ഇടതുവശത്ത് കാണുന്നതാണ് അമ്പലം എന്ന് പറയുന്നത്. അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ് എത്തുന്നേ ഉള്ളൂ. പുറത്തുനിന്ന് നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ വലുപ്പം മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ അത് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വളരെ വലിയൊരു അമ്പലമാണ്. നമ്മുടെ പേജിലുണ്ട് അവിടെ നിന്ന് എടുത്ത വീഡിയോ, നമ്മുടെ വെഡ്ഡിങ് കമ്പനിയുടെ പേജിലുണ്ട് അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ. അങ്ങനെ നമ്മൾ സത്യമംഗലം കാടുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സത്യമംഗലം കാടുകൾ പണ്ടേ ഫേമസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം
ആ ഒരു കാര്യങ്ങൾ, ചെറുപ്പത്തിൽ കേട്ട കഥകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദിമ്പം ചുരം എത്തിയിരിക്കുകയാണ് നമ്മൾ. ദിമ്പം ചുരം കയറിയിട്ട് വീണ്ടും പിന്നും കുറച്ചുകൂടെ കാടിൻ്റെ ഭാഗമുണ്ട്. അപ്പം ദിമ്പം ചുരത്തിലെ കാഴ്ചകളിലേക്ക് നമുക്ക് മെല്ലെ പോവാം. അങ്ങനെ ദിമ്പം ചുരവും കയറി നമ്മൾ വീണ്ടും ഈ കാടിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു റൂട്ട് നമുക്ക് പറയാം. അങ്ങനെ സത്യമംഗലം കാട് ഇങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തായി ഇതിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ കർണാടക അതിർത്തി എത്തിയിരിക്കുകയാണ്. തമിഴ്നാട് കടന്ന് നമ്മൾ കർണാടകയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് കർണാടകയിലെ കാടിലെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം.
അപ്പം കഴിഞ്ഞ 3 പാർട്ടായിട്ട് നിങ്ങൾ കണ്ടതാണ് നമ്മുടെ ഏർക്കാട് യാത്ര. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് യു.